കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു. 4 വയസ്സുകാരിക്ക് ശസ്ത്രക്രിയാ പിഴവ് സംഭവിച്ചുവെന്ന പരാതിയിൽ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിജോൺ ജോൺസനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. സമീർ സി മുഹമ്മദ് വിശദാംശങ്ങളുമായി. സമീർ, നേരത്തെ ആരോഗ്യമന്ത്രിയുടെ ഇടപെടലുണ്ടായിരുന്നു ഈ വിഷയത്തിൽ. അടിയന്തര റിപ്പോർട്ട് നൽകാനായിരുന്നു നിർദ്ദേശം. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ നടപടി? അനുജ, ഗുരുതരമായിട്ടുള്ള പിഴവാണ് ഡോക്ടർക്ക് സംഭവിച്ചിട്ടുള്ളത് എന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നടപടി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് DMEക്ക് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രാഥമിക അന്വേഷണത്തിലാണ് ഈ ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായി എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അസോസിയേറ്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ ബിജോൺ ജോൺസനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒരു മുതിർന്ന ഡോക്ടർക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത വലിയൊരു വീഴ്ചയാണ് ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. കൈയിൻ്റെ 6ാമത്തെ വിരൽ ശസ്ത്രക്രിയ നടത്തേണ്ടതിന് അതിൻ്റെ പകരമായിക്കൊണ്ട് നാവിന് ശസ്ത്രക്രിയ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് തന്നെ പിന്നീട് ഈ പെൺകുട്ടിയുടെ വായിൽ നിന്ന് രക്തം വരുന്നത് കണ്ട് ആ ബന്ധുക്കൾ അന്വേഷിക്കുമ്പോഴാണ് നാവിനാണ് ഇത്തരത്തിലുള്ള ഒരു സർജറി നടത്തിയിട്ടുള്ളത് എന്ന കാര്യം പറയുന്നത്. എന്നാൽ നാവിനല്ല പ്രശ്നം, കയ്യിനാണ് എന്ന് പറയുന്നു. അതിനുശേഷം പിന്നീട് ആ പെൺകുട്ടിയെ വീണ്ടും മറ്റൊരു ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുന്നു. അങ്ങനെ കയ്യിന് വീണ്ടും ശസ്ത്രക്രിയ നടത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. തുടർച്ചയായി 2 ശസ്ത്രക്രിയയ്ക്ക് ആ പെൺകുട്ടി വിധേയമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒരിക്കലും ഒരു ഉത്തരവാദപ്പെട്ട ആളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത, പ്രത്യേകിച്ചും ഒരു മുതിർന്ന ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അത്തരമൊരു വീഴ്ച കണ്ടെത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഡോക്ടറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് DME ഉടൻ തന്നെ ആരോഗ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകും എന്ന കാര്യം കൂടി ആരോഗ്യവകുപ്പ് അറിയിക്കുന്നുണ്ട്. അനുജ, ഇതിലിപ്പോൾ സമീർ, ഡോക്ടർ നേരത്തെ തന്നെ തന്റെ പിഴവ് സമ്മതിക്കുകയും അതിൽ മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഇനിയും ഒരു അന്വേഷണം എന്നുള്ളത് അത് ഏത് നിലയ്ക്കാകും മുന്നോട്ട് പോവുക? ധാർമ്മികപരമായി അതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കുടുംബത്തോട് ഡോക്ടർ മാപ്പ് പറഞ്ഞിരുന്നു. തെറ്റുപറ്റി എന്ന കാര്യം ഒരു കുറ്റസമ്മതത്തോടു കൂടെ ആ കുടുംബത്തോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇത്രമാത്രം വലിയ ഒരു സംഭവം അല്ലെങ്കിൽ വലിയൊരു രീതിയിലുള്ള ഒരു വീഴ്ചയാണ് എന്ന് ആ കുടുംബത്തിന് പിന്നീടാണ് ബോധ്യപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വാർത്തയാകുകയും വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തതോടുകൂടിയാണ് നിയമ നടപടി സ്വീകരിക്കും എന്ന കാര്യം കൂടി ഈ കുടുംബം വ്യക്തമാക്കിയത്. ആ ഒരു പശ്ചാത്തലത്തിൽ അവർ നിയമ നടപടി സ്വീകരിച്ച് തുടങ്ങിയിട്ടുമുണ്ട്. ആരോഗ്യവകുപ്പിനും അതുപോലെ തന്നെ പോലീസിനും പരാതി നൽകും എന്ന കാര്യമാണ് അവരുടെ കുടുംബം അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇതിൻ്റെ തുടർ നടപടി ആ കുടുംബം നീങ്ങുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഈ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാപ്പ് പറഞ്ഞാൽ തീരുന്ന ഒരു വിഷയമല്ല. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പൊതുജനങ്ങൾ ഏറെ ആശ്രയിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച ഉണ്ടാകുന്നു. ആ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നു. ഇതോടൊപ്പം തന്നെയാണ് ആ പെൺകുട്ടിക്ക് ഇനി ഏതെങ്കിലും വിധത്തിൽ ഭാവിയിൽ വലിയ ബുദ്ധിമുട്ടുകളോ മറ്റോ ഉണ്ടാവുകയാണ് എങ്കിൽ അത്തരമൊരു സാഹചര്യം, അതിൻ്റെ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൂടി നിലനിൽക്കുന്നു. ഒപ്പം തന്നെ സമൂഹത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഈ ഒരു പ്രവൃത്തി, ഇനി ഇത് ഈ ഒരു ഗുരുതരമായിട്ടുള്ള വീഴ്ച അത് ഇനി ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള ഒരു കർശനമായിട്ടുള്ള ഒരു ആവശ്യം കൂടി ഈ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് കുടുംബം നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ വകുപ്പ് തല നടപടി ഈ ഡോക്ടർക്കെതിരെ ആരംഭിച്ചിട്ടുണ്ട്. ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അനുജ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിലാണ് പിഴവ് വരുത്തിയ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിജോൺ ജോൺസൺ ആണ് അന്വേഷണ വിധേയമായി ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആരോഗ്യമന്ത്രി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.